ശ്രീ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ ഈ കേസ് ശബരിമലയിലെ സ്വർണം മോഷണം പോയ കേസ് അല്ലെ സ്വർണം കാണാനില്ല എന്നുള്ള കേസ് CBIക്ക് വിടണം. ശ്രീ പിണറായി വിജയന് CBIക്ക് വിടാനുള്ള ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദേവസ്വം മന്ത്രിയും അദ്ദേഹം നിയമിച്ച ദേവസ്വം പ്രസിഡൻറ്റുമാണ് ഇതിൻ്റെ അകത്തെ പ്രധാന കുറ്റക്കാർ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് അവർ അത് ഒളിപ്പിക്കണമല്ലോ, ഒതുക്കണമല്ലോ, കേസ് ക്ലീൻ ചിറ്റ് നൽകണമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ, സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഭക്തരോട് എന്തെങ്കിലും ഒരു മമതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ശ്രീ പിണറായി വിജയൻ ഒരു ഉത്തരവിടണം, CBIക്ക് ശബരിമലയിലെ കേസ് വിടുന്നു എന്നുള്ളത്. എന്നാൽ മാത്രമേ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കുകയുള്ളൂ. ഇതിൽ ആരാണ് ഇതിൻ്റെ പുറകിലൊക്കെ കളിക്കുന്നത്, എന്താണ് എന്നുള്ളതൊക്കെ വെളിച്ചത്ത് വരുള്ളൂ. ഉത്തരവാദപ്പെട്ടവർ ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദേവസ്വം ബോർഡിലുള്ള ഇൻറ്റേർണൽ വിജിലൻസ് എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഇൻറ്റേർണൽ വിജിലൻസ് പോലെ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇൻറ്റേർണൽ വിജിലൻസ് പോലെ, മറ്റ് സ്ഥാപനങ്ങളിലെ ഇൻറ്റേർണൽ വിജിലൻസ് പോലെയുള്ള ഒരു ഇൻറ്റേർണൽ വിജിലൻസ് സംവിധാനമാണ്. അപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകാം, പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവുണ്ട്. അതൊരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നത് തടയുന്നതിന് വേണ്ടിയും അതിനൊരു വിജിൽ എന്നുള്ള ഒരു വാക്കിൽ നിന്ന് വിജിലൻസ് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിജിൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നിരീക്ഷണം എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. പക്ഷേ അത് അവർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ആരോപണം ഒരിക്കലും വരില്ല, അത് അവർ തന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രഹസനമാണത്. കാരണം അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മോഷണം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവരന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. രണ്ട്, അവർക്കിത് അന്വേഷിക്കാനുള്ള വെറും ഒരു അന്വേഷണം എന്ന് പറഞ്ഞ് പ്രഹസനം നടത്തി റിപ്പോർട്ട് നൽകുക അല്ലാതെ അതിൻ്റെ അപ്പുറം അവർക്ക് അധികാരമില്ല. കാരണം ഒരു കേസെടുക്കണേൽ നോട്ടിഫൈഡ് പോലീസ് സ്റ്റേഷന് മാത്രമേ കേസെടുക്കാൻ പറ്റുകയുള്ളൂ. അത് വിജിലൻസിൻ്റെ പോലീസ് സ്റ്റേഷനുകളുണ്ട്, വിജിലൻസിൻ്റെ ഓരോ ജില്ലയിലുമുള്ള യൂണിറ്റുകളും, അതുപോലെ ട്രിവാൻഡ്രത്തുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ്, സ്പെഷ്യൽ സെല്ലൊക്കെ അതൊക്കെ നോട്ടിഫൈഡ്, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത പോലീസ് സ്റ്റേഷൻസ് ആയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് FIR എടുക്കാം, അവർക്ക് ആരെ വേണേൽ അറസ്റ്റ് ചെയ്യാം, കേസ് അന്വേഷിക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. ദേവസ്വം വിജിലൻസിന് ഒരിക്കലും FIR എടുക്കാനോ അന്വേഷിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് വെറും ഒരു തമാശയായിട്ട് മാത്രം കുട്ടികൾ സമയം കളയുന്നൊരു പരിപാടിയായിട്ടും നാട്ടുകാരുടെ കണ്ണിപ്പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ വിജിലൻസ്, അവിടെയും വിജിലൻസ് ഓഫീസറുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൽ വിജിലൻസ് ഓഫീസറുണ്ട്. അവർക്ക് FIR എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെയൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ഒരു തെറ്റാണ്. ഇപ്പോൾ പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നു ഇതൊരു മോഷണമാണ്. കാരണം പൊതുമുതൽ അമൂല്യമായത്, കോടികളുടെ വിലയുള്ളത്, അത് ഒരു സ്ഥലത്തു നിന്ന് ശബരിമലയിൽ നിന്ന് അവിടെ രജിസ്റ്ററിലൊന്നും ചേർക്കാതെ വേറെ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ പല ഹൈദരാബാദിലേക്ക്, കർണാടക, എവിടെയൊക്കെ പോയത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ, അവിടെ കൊണ്ടുപോയി. കാരണം എല്ലാവർക്കും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞതാണ്. അതും തിരിമറി, ഒരു ഫോർജറി അവിടെ നടത്തിയിരുന്നത്. ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ദേവസ്വത്തിൻ്റെ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം സ്വർണം ഉണ്ടായിരുന്നത് ചെമ്പാണെന്ന് തന്നെ ആദ്യം. അപ്പോൾ അതൊരു ഗൂഢാലോചനയുണ്ട് ദേവസ്വത്തിൻ്റെയും ദേവസ്വം വകുപ്പിലും. അപ്പോൾ അതിനുശേഷം ഈ തെറ്റ് ആണ് എന്ന് പ്രഥമദൃഷ്ട്യാ നമുക്കിപ്പോൾ മനസ്സിലായപ്പോൾ ഇതിനു മുമ്പേ തന്നെ FIR നോട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നു. അതുപോലെ FIR രജിസ്റ്റർ ശേഷം ഇമ്മീഡിയറ്റ്ലി ശ്രീ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ CBIക്ക് ഈ കേസ് അന്വേഷണം കൈമാറുന്ന ഉത്തരവും ഇതിനകം തന്നെ വരേണ്ടിയിരുന്നു.